ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്, എൻ്റെ നാട് പാലക്കാടാണ്. ഒന്ന് ഒരു ഒരു അമ്മ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും നിങ്ങൾ മനസ്സിൽ കാണുന്നൊരു പാലക്കാടല്ല യഥാർത്ഥത്തിൽ പാലക്കാട് കേട്ടോ. ഈ ഗ്രാമീണത ഇങ്ങനെ തുളുമ്പുന്ന, എപ്പോഴും കൊറ്റിയും കാക്കയൊക്കെ പറക്കുന്ന, ഇപ്പോഴും ഈ ഞാറ് കൊയ്തും അങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്ന അങ്ങനെ ഒരു പാലക്കാടല്ല അത്. ഒരു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ഇപ്പം ഭഗവാന്റെ 1000 നാമാണുള്ളത്. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, 1000 നാമം ചൊല്ലുന്നതിൻ്റെ കൂടെ മിനിമം ഒരു 100 തവണ ഹോണിൻ്റെ ശബ്ദം കേൾക്കുന്നു ഇത് ചൊല്ലണതിൻ്റെ ഇടയിൽ. ചിലപ്പോൾ ആംബുലൻസ് പോണതിൻ്റെ ശബ്ദം കേൾക്കും, ചിലപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ കേൾക്കും. ഇതൊക്കെ കേട്ടിട്ട് വേണം നമശിവായ എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കാൻ. ഇവിടെ പ്രകൃതി പോലും ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ പഞ്ചാക്ഷരം മാത്രം പ്രകൃതിയുടെ ഈ ഒരു ശൂന്യതയിൽ പോലും മുഴങ്ങുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്ന് ജനിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചതിന് ഈ പല്ലാരി മംഗലത്തപ്പനോട് നമുക്ക് ഒന്ന് നന്ദി പറയാം തുടക്കത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങളുടെ സ്വന്തം ഭഗവാനാണ്. അദ്ദേഹത്തെ എല്ലാ ദിവസവും വന്ന് തൊഴാൻ സാധിക്കുന്ന ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഒപ്പം തന്നെ ഏറ്റവും അടുത്ത് മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടെ. അപ്പം ഞാൻ തിരുമേനിയോട് ചോദിക്കുകയായിരുന്നു, ഇവിടുത്തെ മഹാദേവൻ്റെ ഭാവം എന്താണെന്ന്. ഞാൻ തന്നെ മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും ഉള്ളത് ഒരു ശിവനല്ല. ഓരോ സ്ഥലത്തുമുള്ള ശിവൻ ഓരോ ഭാവത്തെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാവത്തിനനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭാവം യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഗുരുവായൂരപ്പനെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഭജിക്കേണ്ടത്? എന്തിനും ഭജിക്കാം, ഭഗവാൻ കൽപ്പവൃക്ഷാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികളുണ്ടാവാനാണ്. ഏറ്റവും നല്ല അനുഗ്രഹം ഗുരുവായൂരപ്പൻ എന്ത് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. എല്ലാം തരാനുള്ള കഴിവുണ്ട്, എല്ലാം ബെസ്റ്റാണ്. അതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഴിവ് എന്താ? നല്ല കുട്ടികളെ തരും ഗുരുവായൂരപ്പൻ. ഞാനത് എടുത്തു പറയാൻ കാരണം ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ മഹത്വതാണ്. നിങ്ങൾ ഗുരുവായൂർ വന്ന് തൊഴുന്ന, എനിക്ക് ഇവിടെ വന്നപ്പോൾ പോലും ഭയങ്കര സന്തോഷം ഉണ്ടായി. ഞാൻ ആ മഹാവിഷ്ണുവിന്റെ നടയിൽ നിന്ന് തൊഴുമ്പോൾ ആരോ ഒരാളവിടെ ഒരു ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ പറയുന്നത് ഞാൻ തന്നെയാണ് ഇവിടെയും എന്നുള്ളൊരു ഭാവം. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, നിങ്ങൾ ഗുരുവായൂർ പോയി തൊഴുന്ന വിഗ്രഹത്തിന്റെ കഥ ഒറ്റയടിക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ദ്വാരകയിൽ കൃഷ്ണൻ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹം. അതല്ല ആ വിഗ്രഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം. അത് യഥാർത്ഥത്തിൽ ആ വിഗ്രഹത്തിന് ഒരു ഒരുപാട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള വിഗ്രഹം. അത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ കോസ്, അതിന്റെ കാരണം. ആ വിഗ്രഹം ഉണ്ടായിട്ടുള്ളത് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ ഒരു തടസ്സം ഉണ്ടായ സമയത്ത് മഹാവിഷ്ണു കൊടുത്ത വിഗ്രഹമാണത് ബ്രഹ്മാവിന്. നോക്കൂ, അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? സൃഷ്ടി നടത്താൻ തടസ്സം ഉണ്ടായപ്പോൾ കൊടുത്ത വിഗ്രഹം. വെച്ചാൽ നല്ല സൃഷ്ടി നടത്താൻ ഉപാസിക്കേണ്ട വിഗ്രഹം. ആ വിഗ്രഹത്തിനെയാണ് പിന്നീട് സുതപസ്, പ്രശ്നി എന്ന് പറയുന്ന 2 ദമ്പതിമാർ ഭജിച്ചത്. പിന്നീട് ആ വിഗ്രഹം കിട്ടിയ അവർക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അവരാ വിഗ്രഹത്തെ പൂജിച്ചു. അവർക്ക് പ്രശ്നി ഗർഭൻ എന്ന പേരിൽ ഭഗവാൻ തന്നെ ജനിച്ചു. അടുത്ത ജന്മത്തിൽ അവർ കശ്യപനും അതിഥിയായിട്ട് ജനിച്ചു. ആ സമയത്ത് അവർ ആ വിഗ്രഹത്തെ പൂജിച്ചു. ആ സമയത്ത് അവർക്ക് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ മകനായിട്ട് ജനിച്ചു. അടുത്ത ജന്മത്തിൽ അവർ ദേവകിയും വസുദേവരുമായിട്ട് ജനിച്ചു. അപ്പോഴും അവർ ആ വിഗ്രഹത്തെ പൂജിച്ചു. അപ്പൊ അവർക്ക് ഭഗവാൻ കൃഷ്ണൻ മകനായിട്ട് ജനിച്ചു. സൃഷ്ടിയാണ് ആ വിഗ്രഹത്തിന്റെ മഹത്വം എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ണികൾ ഉണ്ടാവും എന്ന് എല്ലാവരോടും പറയുന്നത്. ഗുരുവായൂരപ്പനെ പോലുള്ള ഉണ്ണികൾ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, വാശി പിടിക്കരുത്. ഗുരുവായൂരപ്പൻ ഉണ്ണി മാത്രമാണ്, ആൺകുട്ടി മാത്രം ശരി, എനിക്ക് അഭിപ്രായമില്ല. പരാശക്തിയായിട്ടുള്ള ഭഗവതിയും ഗുരുവായൂരപ്പനിൽ കാണാൻ പഠിക്കുക, ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനായിട്ടും കാണാൻ പഠിക്കുക. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവമുണ്ട്. പൊതുവിൽ ഗുരുവായൂരിലെ വിഗ്രഹത്തിന്റെ ഭാവം പറയുക, കാരാഗ്രഹത്തിൽ ദേവകി വസുദേവന്മാർക്ക് ദർശനം കൊടുത്ത 4 കൈയുള്ള വിഷ്ണു, അതാണ് ആ വിഗ്രഹം. പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹം. ഞാൻ നിങ്ങളുടെ മകൻ മാത്രമല്ല, ഞാൻ ബ്രഹ്മം കൂടിയാണ് എന്ന് സ്വന്തം അച്ഛനെയും അമ്മേനെയും ഉപദേശിക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹമാണ് നിങ്ങൾ പോയി തൊഴുന്നത്. 4 കൈയുണ്ട് അതിന്. അത് ഓടക്കോൽ വായിക്കുന്ന വിഗ്രഹമോ
അല്ലെങ്കിൽ പാമ്പിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന വിഗ്രഹമല്ല, ചതുർബാഹു വിഷ്ണുവാണ് ആ വിഗ്രഹം. പക്ഷെ നമ്മളതിൽ കാണുന്നത് ഗുരുവായൂരപ്പനെയാണ്, കൃഷ്ണനെയാണ്. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഭാവമുണ്ട്. പ്രത്യേകമായിട്ട് മഹാദേവനും പലയിടത്തും പല ഭാവമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥൻ, അല്ലേ? വടക്കുംനാഥനിലിരിക്കുന്ന ഭഗവാന്റെ ഭാവം ഏതാ? ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കില്ല, നമുക്ക് പരസ്പരം സംസാരിക്കാം, അതാണ് അതിൻ്റെ രസം. വടക്കുംനാഥനിലിരിക്കുന്ന ശിവന്റെ ഭാവം ഏതാ? നോക്കൂ, ഇവിടെ ആരും, ഞാൻ ഈ 1.5 മണിക്കൂർ മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുള്ളൂ. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുന്നവരാണ്, ഒരുമിച്ച് സംസാരിക്കുന്നവരാണ്. ഇവിടെ ഒരാൾക്കും ഒരറിവിൻ്റെ മഹത്വമില്ല. നമ്മളൊക്കെ ഭഗവാന്റെ മക്കൾ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു തെറ്റിച്ചിട്ട് ആരും നിങ്ങളെ കളിയാക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവാം, അത് ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മഹാദേവൻ ക്ഷമിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എന്തും ഓപ്പണായിട്ട് ഇവിടെ പറയാം. നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ലേ, വടക്കുംനാഥ സർവം നടത്തും നാഥ, അല്ലേ? വടക്കുംനാഥന്റെ ഭാവം എന്താ? ഏത് ഭാവത്തിലുള്ള ശിവനാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ളത്? ആരെങ്കിലും ഒരാൾ പറയൂ, എനിക്ക് ഒന്നും തരാമൊന്നുമില്ല. മഹാദേവന് ഒരുപാട് ഭാവങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ 1-2 ഭാവങ്ങൾ പറയാം. വടക്കുംനാഥൻ ഇരിക്കുന്ന ഭഗവാൻ പറഞ്ഞോളൂ. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭാവമാണ് കിരാതഭാവം. അർജുനന് പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രം കൊടുക്കാനായി ഭഗവാൻ വന്ന ഭാവം, ആ ഭാവമാണ് വടക്കുംനാഥനിലിരിക്കുന്നത്. ആ ഭാവം തന്നെയാണ് എറണാകുളത്തപ്പൻ, കിരാതനാണ്. മറിച്ച് ഏറ്റുമാനൂർക്ക് വന്നു കഴിഞ്ഞാലോ ഭഗവാന്റെ ഭാവം ഏതായിട്ട് മാറി? അവർക്ക് പറയൂ. അക്ബരമൂർത്തി, എക്സാക്ട്ലി. ആ ചേട്ടന് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. അങ്ങനെ വേണം. നമ്മുടെ നാട്ടിലുള്ള ആചാര്യന്മാരെ കണ്ടെത്തുകയാണ് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശം. പുറത്തുനിന്ന് ആരും വരേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഏറ്റുമാനൂർ അപ്പൻ എന്ന് പറഞ്ഞാൽ ശരഭമൂർത്തിയാണെന്നും അഘോരമൂർത്തിയാണെന്നും സങ്കല്പമുണ്ട്. എന്നാൽ വൈക്കത്തേക്ക് വരുമ്പോൾ ഭഗവാൻ തൻ്റെ ഭാര്യയോടും മക്കളോടൊപ്പം കുടുംബസമേതത്തിൽ ഭാവത്തിലിരിക്കുന്ന ഭാവത്തിലാണ്. ഉദയനാപുരത്തപ്പൻ്റെ അച്ഛൻ്റെ ഭാവം ഒരു കുടുംബ ഗൃഹസ്ഥന്റെ ഭാവത്തിലാണ് വൈക്കത്ത് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. കൊട്ടിയൂരിരിക്കുന്ന ഭഗവാന്റെ ഭാവം സതി നഷ്ടപ്പെട്ട ഭഗവാന്റെ ഭാവം, അല്ലേ? അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഓരോ ഭാവത്തിലുള്ള ആൾക്കാരോട് പെരുമാറുന്നതിലും ശ്രദ്ധ വേണം. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ മൂഡ് എങ്ങനെയാണ് നോക്കില്ലേ? നല്ല മൂഡിലിരിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അയാളെ ഒന്ന് തണുപ്പിച്ച്, അയാളെ ഒന്ന് സോഫ്റ്റ് ആക്കി, ഒന്ന് ബട്ടർ ചെയ്തിട്ട് പിന്നെ പറയുമ്പോഴാണ് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട്, നിങ്ങളുടെ പൂർവികർ ചെയ്ത സുഹൃതം കൊണ്ട് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ ഭഗവാനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എനിക്കും അറിയില്ല, ഞാൻ തിരുമേനോട് ചോദിച്ചാണ്. നമുക്ക് നമ്മുടെ സനാതനധർമ്മത്തിൽ ഒന്നും നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെന്ന് ആരോ പറഞ്ഞു, അത് ഞാൻ അനുസരിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാനുള്ള സ്രോതസ്സുകൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ നാടുകളിലൊക്കെ ലഭ്യമാണ്. അതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുമേനോട് പോയി ചോദിക്കുക, ഇവിടുത്തെ ശിവന്റെ ഭാവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, ഇവിടെ സകുടുംബം ഗൃഹസ്ഥാശ്രമ ഭാവത്തിൽ പുത്രഭാര്യമാരോട് കൂടി ഇരിക്കുന്ന ശിവനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടങ്ങളും തരാൻ തയ്യാറായി നിൽക്കുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ ഭാവം ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് കിട്ടും. ആ ഭാവത്തിലുള്ള ഒരു ശിവനെ കിട്ടിയതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തത് സുകൃതമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലായിടത്തും ഗുരുവായൂരപ്പനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഗുരുവായൂരപ്പൻ ഞാൻ എൻ്റെ ജീവൻ, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ ഞാനില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വയസ്സാം കാലത്ത് ഗുരുവായൂർ ഫ്ലാറ്റ് വാങ്ങലല്ല ഹന്തഭാഗ്യം ജനാന. അത് സ്വന്തം ദേശത്തെ ക്ഷേത്രത്തെ ഗുരുവായൂരായും ശബരിമലയായും മൂകാംബികയായും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു അകക്കണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹന്തഭാഗ്യം ജനാന. ഗുരുവായൂർ വന്ന് ജനിക്കാൻ സാധിച്ചില്ലല്ലോ, ഓഫ് കോഴ്സ് ആ വിഷമം ഉണ്ടാവാൻ പല ആളുകൾക്കും. പക്ഷെ എവിടെയോ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ മുറ്റത്തിരിക്കുന്ന ഭഗവാനേക്കാൾ വലുതാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ സെക്കൻഡറി ആയിട്ട് കാണുന്നു, 2ാം തരമായിട്ട് കാണുന്നു. നമുക്ക് ഏറ്റവും മഹത്വം എപ്പോഴും എന്താണ്? മഹാക്ഷേത്രങ്ങളായിട്ട് പതിയെ പതിയെ ആ സംസ്കാരം മാറുന്നു. തീർച്ചയായിട്ടും മഹാക്ഷേത്രങ്ങളെ ആദരിക്കണം, തീർച്ചയായിട്ടും അവിടെ നമ്മൾ ദർശനം നടത്തണം. സാധിക്കുന്നത്ര നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ സാധിക്കുമെങ്കിൽ എത്ര വേണമെങ്കിൽ പോകണം. പക്ഷെ നമ്മുടെ വേരുകൾ ഉറങ്ങുന്നത് ഈ മണ്ണിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ. അതിനെ മറന്നുകൊണ്ട്
അത് രണ്ടാന്തരമാണെന്ന് കണ്ടുകൊണ്ട് ഏത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിച്ചിട്ടും എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള ഈ ഇതുപോലുള്ള മഹത്തായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക എപ്പോഴും. അതിൽ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ ഒരേ സമയം ഞാൻ നോക്കുമ്പോൾ പൊതുവിൽ എല്ലായിടത്തും പറയുക, ഈ ശിവന് കുറച്ച് ഭഗവാൻ ദേഷ്യമാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യക്കാരെന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശാന്തമായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന, അല്ലേ, എപ്പോഴും ചിരിക്കുന്ന, വെണ്ണ മാത്രം കഴിക്കുന്ന, തമാശ പറയുന്ന, ബാലാമണിയുടെ ചുരിദാറിലേക്ക് മഞ്ചാടിക്കുരി വാരി എറിയുന്ന, എപ്പോഴും ചിരിക്കുന്ന ഭഗവാൻ. ഇവിടെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ഭാവം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ മഹാദേവന്റെ ഭാവം ഏറ്റവും സൗമ്യനായി തൻ്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം തന്നെ കാണാൻ വരുന്ന ഭക്തരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ തക്ക ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ഭാവം എന്താ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏത് ഭാവത്തിലുള്ള വിഷ്ണു ഇവിടെ ഉള്ളത്? ഇവിടെയുള്ള വിഷ്ണുവിന്റെ ഭാവം ഭഗവാൻ യുദ്ധത്തിന് സന്നദ്ധനായിട്ട് ക്രോധഭാവത്തിൽ തൻ്റെ പൂണൂലെടുത്ത് മാറ്റി ആ യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എന്നുവെച്ചാൽ സ്വയമേവ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ശിവൻ ഇവിടെ ശാന്തനാണ്, സ്വയമേവ എപ്പോഴും സൗമ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നാരായണൻ ഇവിടെ രൗദ്രഭാവത്തിലാണ്. ഒരുപാട് സവിശേഷതകൾ നമ്മൾ നോക്കിയാൽ തന്നെ ഈ അമ്പലത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട്, സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുണ്ട്. അതും രുരുചിത്ത് വിധാനത്തിൽ നിന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട വിധാനത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത്. അതൊന്നും അധികം അമ്പലങ്ങളിലും ഇല്ല, രുചിത്തൊന്നും. ഇപ്പൊ ഞാൻ വരുന്ന എൻ്റെ നാട്ടിലുണ്ട്. കേരളത്തിൽ 13 കാവുകളിൽ രുചിത് വിധാനത്തിലുള്ള ആരാധന നടക്കുന്നുണ്ട്. ദേവിയെ ഭദ്രകാളി ആരാധിക്കുന്ന രീതിയാണ്. ദേവിയെ പ്രധാനമായിട്ട് 3 രീതിയിൽ ആരാധിക്കുക. ഒന്ന് ദാരിക ചിത്ത്, ഒന്ന് മഹിഷാസുര ചിത്ത്, 3 രുരുചിത്ത്. ഇവിടെ നടക്കുന്നത് രുരുചിത്താണ്. രുരു എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ വധിച്ച ഭാവം, അതുകൊണ്ടാണ് രുരുജിത്ത് എന്ന് വിളിക്കുന്നത്. ഇത് നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് ഇതൊക്കെ, എന്നിട്ട് നമ്മൾ ഓടുകയാണ്. നിങ്ങൾക്ക് രുരുജിത്ത് വിധാനം പിന്നെ പോയാൽ കാണാൻ സാധിക്കും. ഇവിടെ അടുത്തിപ്പോൾ ജില്ല കോട്ടയം ആയതുകൊണ്ട് ഞാൻ പറയാം, കോട്ടയത്ത് പനയനാർക്കാവിലാണ്. എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് വന്ന രുചിത്ത് കാണാൻ സാധിക്കുക തിരുമാന്താംകുന്നാണ്. തൃശ്ശൂർ പോയാൽ നിങ്ങൾക്ക് രുചിത്ത് കാണാൻ സാധിക്കുക സാക്ഷാൽ കൊടുങ്ങല്ലൂരാണ്. കണ്ണൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രുചിത്ത് കാണാൻ സാധിക്കുക സാക്ഷാൽ മാടായിക്കാവിലാണ്, കളരിവാതുക്കലാണ്. ഇവിടെയൊക്കെയുള്ള ആ ഭാവത്തിൽ ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ അമ്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നിങ്ങൾ എല്ലാവരും ഇവിടെ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ് ഞാൻ കരുതുന്നു. എപ്പോഴും ക്ഷേത്രവുമായിട്ട് നിരന്തരം ബന്ധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ ചെയ്യുന്ന പരിശ്രമത്തെ ഗുരുവായൂരപ്പൻ കാണട്ടെ, അതിന് വേണ്ട അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മുഴുവൻ കുഞ്ഞു മക്കൾ കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോട് പോയി പറയാനുമാണ്. എനിക്ക് എന്നേക്കാൾ മുതിർന്ന ആളുകളോട് ഒന്നും പറയാനില്ല. ഇന്ന് ഈ ക്ഷേത്രത്തെ എങ്ങനെയാണ്, ഇപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്, പക്ഷേ അദ്ദേഹത്തിന് വഴി കാണിക്കാൻ നിങ്ങളെ പോലുള്ള സജ്ജനങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം പ്രായം ഒരു വിഷയമേ അല്ല. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് ഇനി അടുത്ത തലമുറ വരുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവണം നമ്മുടെ ക്ഷേത്രത്തിന്റെ മഹത്വം എന്താണെന്നും ഇവിടെ നടക്കുന്ന വിധാനങ്ങൾ എന്താണെന്നും ഇവിടുത്തെ ഭാവം എന്താണെന്നും ഈ ക്ഷേത്രത്തെ എൻ്റെ പൂർവികർ എങ്ങനെയാണോ അവരുടെ കാലത്ത് നന്നായി നോക്കിയത് അതുപോലെ ഞാനും എൻ്റെ ഈ ഒരു ജീവിത കാലയളവിൽ ഈ ക്ഷേത്രത്തെ നന്നായി നോക്കും എന്ന് നമ്മുടെ കുട്ടികൾ എന്ന് കരുതുന്നു, അന്നാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഇനിയും ഇതുപോലെ തന്നെ തുടരുക. അടുത്ത തലമുറയെ ഈ ക്ഷേത്രത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുക. മഹാദേവൻ അതുപോലെ തന്നെ നാരായണൻ, 2 പ്രപഞ്ച ശക്തികളാണ് ഒരൊറ്റ ഭാഗത്ത് നമ്മളെ കാണാനായി ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നാമം അറിയില്ല എന്നുണ്ടെങ്കിലും നാരായണാന്നോ നമശിവായോ എന്നോ അവരുടെ കുഞ്ഞു നാവിൽ നമുക്ക് ഇപ്പോൾ പകർന്നു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഗുണം ചെയ്യും. കാരണം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഈശ്വരന്മാരെ ഒരൊറ്റ ക്ഷേത്രവളപ്പിൽ പ്രധാന ദേവതാ പരിവേഷത്തോടു കൂടി ചെന്ന് കണ്ട് തൊടാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങൾ കുറവാണ് കേരളത്തിൽ. ഗുരുവായൂർ പോലും നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂരപ്പനെ കാണാൻ പോകണം കുറച്ച് ദൂരം. ഇവിടെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെയും തൊട്ടടുത്ത് കാണാം, മമ്മിയൂരപ്പനെയും കാണാം. അപ്പം ആ മഹത്വം മനസ്സിലാക്കി ക്ഷേത്രത്തിൻ്റെ
പാരമ്പര്യത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാനും നമ്മളാലാവുന്ന തരത്തിലുള്ള പരിപോഷിപ്പിക്കൽ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിനും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഈ മഹാദേവൻ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്ന കുവളമാലയാണോ? ആണ്, തീർച്ചയായിട്ടും. നിങ്ങൾ കൊടുക്കുന്ന പിൻവിളക്ക് തീർച്ചയായിട്ടുമാണ്. നിങ്ങൾ കൊടുക്കുന്ന പായസങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത തലമുറയെ ഭഗവാൻ കൊടുക്കുക. വരാൻ പോകുന്ന കുട്ടികളെ, ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയാണ് ആ നടന്നു വരുന്നതൊക്കെ, അടുത്ത വരും തലമുറയിലെ. ഞാൻ തമാശ പറഞ്ഞല്ല. ആ കുട്ടികളാണ് നാളെ ഈ ക്ഷേത്രത്തെ കൊണ്ടു നടക്കേണ്ടത്. അപ്പൊ അവർക്ക് ആ സംസ്കാരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നത് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ പൂർവികർ നമുക്ക് തന്നുകൊണ്ടാണ്. അപ്പൊ അവർ നമുക്ക് തന്നിട്ടുള്ള ആ നിധിയെ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ ഈ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് എനിക്ക് ഇനി ഒരു 1.5 മണിക്കൂർ നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ആയതുകൊണ്ട് ആ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഈ കൈലാസനാഥൻ ഫാൻസ് ഉണ്ടോ? മഹാഭാരതം കണ്ടിട്ട് കൃഷ്ണന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ അടി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് ഒരു വിളക്ക് വയ്ക്കുമ്പോൾ എത്ര തിരിടണം ഏട്ടാന്നും, ഏത് തിരിയാണ് ആദ്യം കത്തിക്കേണ്ടത്, ഇതൊക്കെ സാധാരണ പതിവുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ശരിക്കും ഈ വിഷ്ണു ആണോ ശിവനാണോ കൂടുതൽ ശക്തി? ചില ആൾക്കാർ പറയുന്നു മഹാദേവനാണ് സംഹാരത്തിന്റെ ദേവൻ, അദ്ദേഹത്തെയാണല്ലോ ദേവന്മാരുടെ ദേവനായതുകൊണ്ട് മഹാദേവൻ എന്ന് വിളിക്കുന്നത് അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ മുകളിൽ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പൊ മറ്റേ ആൾക്കാർ പറയും, നിങ്ങളുടെ ശിവൻ എവിടെയായിരുന്നു ഭസ്മാസുരൻ ഓടിച്ചപ്പോൾ? നിങ്ങളുടെ ശിവൻ എവിടെയായിരുന്നു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ? ഞങ്ങളുടെ വിഷ്ണു അല്ലേ വന്ന് രക്ഷിച്ചത്? ഇങ്ങനെയൊക്കെ പറയും. ദയവായി നമ്മൾ അങ്ങനെ കരുതുന്നുണ്ടോ അത് നിങ്ങളുടെ താല്പര്യം, ഞാൻ അതിനെ നിഷേധിക്കാൻ, ഞാൻ നിങ്ങളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞായതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ദയവായി അടുത്ത തലമുറയ്ക്ക് ഈ ശിവനും വിഷ്ണുവും ഭേദഭാവം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ 2 ശ്രീകോവിലിൽ ചെന്ന് തൊഴുന്നത് ഒരൊറ്റ വസ്തുവിനെ തന്നെയാണ്, ഒരേ ബ്രഹ്മവസ്തു തന്നെയാണ് 2 ഭാവത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ വലിപ്പം അളക്കാൻ നമ്മൾ ആരും അല്ല എന്ന് മനസ്സിലാക്കുക. ശിവനാണോ വിഷ്ണുവാണോ വലുതെന്ന് നമ്മൾ അടികൂടുമ്പോൾ അവർ വളരെ സൗഹൃദത്തിലാണ് അവിടെ കഴിയുന്നത്. എന്തിനാണ് നമുക്കിടയിൽ ഈ ഫൈറ്റ്? ഇത് ഇപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത്. പിന്നെയും പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നു. ഇത് എറണാകുളം ജില്ലയല്ലേ അല്ലേ? പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അടികളിൽ ഒന്നായിരുന്നു ശിവനാണോ വിഷ്ണുവാണോ വലുത് എന്നുള്ളത്. അത് ആ അടി തീർന്നത് ഒരു മഹാത്മാവിന്റെ ഇടപെടലുകൊണ്ടാ. ആ മഹാത്മാവ് ഈ ഭാരതം മുഴുവൻ നടന്ന് പഠിപ്പിച്ചു, നിങ്ങൾ ശിവൻ എന്നും വിഷ്ണു എന്നും ഗണപതി എന്നും സൂര്യൻ എന്നും ദേവി എന്നും മുരുകൻ എന്നൊക്കെ ചൊല്ലി വിളിക്കുന്ന പേര് ഒരു വസ്തുവിനെ തന്നെയാണെന്ന്. അദ്ദേഹം ജനിച്ച ജില്ലയിലാണ് നമ്മളിരിക്കുന്നത്, ശങ്കര ഭഗവത്പാദർ. അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്, അല്ലാതെ ശിവനാണോ വിഷ്ണുവാണോ വലുതെന്ന് നിർണ്ണയിക്കുന്നതല്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിലും 2 ഫാൻസ് അസോസിയേഷൻ ആയിട്ട് ഇവര് തമ്മിലുള്ള അടിയാണ്. ശിവന്റെ വഴിപാടുകൾ കുറഞ്ഞു പോയി, അത് കുറച്ചും കൂടെ കൂട്ടണം. വിഷ്ണുവിന് ഇവിടെ മുഴുക്കാപ്പ് എല്ലാ ദിവസവും വേണം. എന്തിനാണ് നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത്? അതൊരു വസ്തുവാണ്. അവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല. കഥയിൽ പലതും പറയും, വിഷ്ണു ശിവനോട് യുദ്ധം ചെയ്തു, ശിവൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു, ശിവൻ തോറ്റു, വിഷ്ണു ജയിച്ചു. അതൊക്കെ കഥ എന്ന് കരുതി ശിവനെയും വിഷ്ണുവിനെയും 2ആയി കാണുന്നവർക്ക് ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മബോധമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ശ്രീകോവിൽ 2 പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി വിളിക്കണം, നിങ്ങൾ വിളിച്ചോളൂ. അന്യമന്ത്രേചനമൊക്കെ ഉണ്ട്, ദോഷമുണ്ട്, പോട്ടെ. ഒരു കുട്ടി നമശിവായ എന്ന് നാരായണന് മുമ്പ് പോയി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സുദർശനായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? മഹാദേവന്റെ മുമ്പ് പോയിട്ട് നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ 3ാമത്തെ കണ്ണ് തുറക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു കുട്ടി ഇല്ല. അതിനൊന്നും ആവശ്യമില്ല. അവർ വളരെ സൗഹൃദത്തിൽ അതൊറ്റ വസ്തുവായിട്ട് കഴിയുന്ന ആ ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ശിവനെയും വിഷ്ണുവിനെയും 2ആയി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് തുടങ്ങാൻ. ഞാൻ തന്നെ ഇത് പല ഇന്റർവ്യൂസിലും എനിക്കൊന്നും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പൂനെയിൽ ഒരു പ്രഭാഷണത്തിന് പോയി.
അപ്പം ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ട ആൾക്കാർ ക്ഷമിക്കുക. അപ്പോൾ അവിടെ താമസം ഏർപ്പാടാക്കിയിരുന്ന വീട്ടിലിരുന്നിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ആ വീട്ടിലെ മുത്തശ്ശിയുടെ പേരക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഫോണിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റീൽസ് കാണും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് വന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഏട്ടാ ഐ യൂസ്ഡ് ടു സീ യുവർ റീൽസ് ഇൻ ഇൻസ്റ്റാഗ്രാം, യു ആർ ടോക്കിംഗ് വെരി ഗുഡ് അബൌട്ട് ലോർഡ് കൃഷ്ണ, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഞാൻ പറഞ്ഞു താങ്ക് യു മോനെ. അവന് മലയാളം അറിയില്ല കാര്യമായിട്ട്, അവിടെ പഠിക്കുന്ന കുട്ടിയാ, പൂനെയിലുള്ള കുട്ടിയാ. അപ്പം ഞാൻ അവൻ വന്നതല്ലേ, നമ്മൾ ഒരാൾക്കൊരു പരിഗണന കൊടുക്കണ്ടേ. ഒരു കുട്ടി വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പിന്നെയും താങ്ക് യു, അത് ശരിയല്ല. അപ്പം ആ കുട്ടി വന്ന സമയത്ത് അവനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ ലോക്ക് ചെയ്ത്, പറ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സമയത്ത് അവൻ നോക്കുന്ന എൻ്റെ ഫോണിലേക്കാണ്. എൻ്റെ ഫോൺ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലോക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ വാൾപേപ്പർ അവൻ കണ്ടു. ആ സമയത്ത് എന്താണെന്നറിയില്ല, അവിടെ മമ്മിയൂരപ്പൻ്റെ ഒരു ഫോട്ടോ, ഗുരുവായൂർ മഹാദേവന്റെ ഭംഗിയുള്ളൊരു ഫോട്ടോ ആയിരുന്നു എൻ്റെ വാൾപേപ്പർ. എടുത്ത വഴിക്ക് കുട്ടി ഫോണിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഹൂ ഈസ് ദിസ്? അപ്പൊ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ലോർഡ് ശിവ. ഞാൻ ഈ വാക്ക് പറഞ്ഞ ഉടനെ ആ കുട്ടിയുടെ പുരികം വല്ല ഈ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെ ഒക്കെ ധനുസ് വളയില്ലേ, അതുപോലെ വളയണത്. അപ്പൊ ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വൈ യു ആർ ഗെറ്റിംഗ് അപ്സെറ്റ്, എന്തിനാണ് അപ്സെറ്റ് ആവുന്നത്? ഉടനെ അവൻ എന്നോട് പറഞ്ഞു, ഹീ ഈസ് നോട്ട് എ ലോർഡ്, ഹീ ഈസ് നോട്ട് എ ഭഗവാൻ. ഇത് ഈശ്വരനല്ല എന്ന കുഞ്ഞുകുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ, ആലോചിക്കണം. 7 വയസ്സാണ് അതിന് പ്രായം. അപ്പൊ ഞാൻ ചോദിച്ചു, ദെൻ ഹൂ ഈസ് ദിസ്, പിന്നെ ഇതാരാണ്? അവൻ പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ തലയിൽ ഇത് കയറാൻ യാതൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വന്നൊരു അച്ഛനും അമ്മയും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കില്ല ആ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ആര് പറഞ്ഞു, ഹൂ ടോൾഡ് യു ദിസ്? അപ്പൊ അവൻ്റെ വാക്ക് പറഞ്ഞു, മൈ സ്വാമിജി ടോൾഡ് ദിസ്. എൻ്റെ ഗീതാ ക്ലാസ്സിൽ എൻ്റെ സ്വാമി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ പാരമ്പര്യം അതല്ല. ഞാൻ ഇപ്പോഴേ പറയാം. ശിവനെയും വിഷ്ണുവിനെയും ഭേദഭാവത്തിൽ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുമ്പോൾ ഒരു പഞ്ചാക്ഷരം പോയിട്ട് അഷ്ടാക്ഷരം പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പാനുള്ള അവസരമില്ലെന്ന് ഞാൻ പറയും. ശിവനെയും വിഷ്ണുവിനെയും 2ആയിട്ട് കാണുന്നവർ ദേവതാ ചൈതന്യത്തിന്റെ ഭാവത്തിൽ കണ്ടോളൂ, 2 സഹസ്രനാമം ചൊല്ലിക്കോളൂ, 2 പേർക്കും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിച്ചോളൂ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ വലിപ്പച്ചെറുപ്പം കാണുന്നവർ ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ സനാതനധർമ്മം ഇന്ന് കാണുന്ന തരത്തിൽ മാറുന്നതിന് മുമ്പ് ഇവിടെ ശൈവമതവും വൈഷ്ണവ മതവും ഉണ്ടായിരുന്നു. ശൈവരും വൈഷ്ണവരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള അടി നടന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അടിയുടെ ഭാഗമായിട്ട്. പക്ഷെ അത് നിർത്തിച്ച മനുഷ്യന്റെ നാട്ടുകാരാണ് നമ്മൾ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. ഞാൻ കാലടി കൂടെ അങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഭേദഭാവം ഉണ്ടാക്കുന്ന തരത്തിൽ കഥകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ചില അമ്മമാരൊക്കെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ചു പോയിട്ടുണ്ട്. കാളകൂടം വിഷം വന്ന സമയത്ത് മഹാദേവൻ പോയിട്ട് അത് കുടിച്ചു. അപ്പൊ കുട്ടി ചോദിച്ചു, വിഷ്ണു എവിടെ പോയ അമ്മേ? വിഷ്ണുവിന് അതൊക്കെ പേടിയാണ് കുട്ടി, അതുകൊണ്ട് മഹാദേവൻ കുടിച്ചതെന്ന്. ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായി അങ്ങനെയുള്ള സംസ്കാരം നമുക്ക് വേണ്ട. ഒരാളെ ഉയർത്താനായിട്ട് മറ്റൊരാളെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ വലിയ അപരാധം. നിങ്ങൾ ഈ ഭഗവാന്റെ നാട്ടുകാരായതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് 2 ഒരുപോലെ കാണുന്ന മെന്റാലിറ്റി ഉള്ള ആൾക്കാരാ. പക്ഷെ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. അവർ ആ സംസ്കാരത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അവർ പലതരത്തിലുള്ള കഥകൾ കേൾക്കും, പുസ്തകങ്ങൾ വായിക്കും, TV സീരിയൽ കാണും. അവരുടെ മനസ്സിലും ഫാൻസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് വരും ഒരു കാലത്തുമ്പോൾ. അതില്ലാണ്ടിരിക്കുക എന്നുള്ളതാ. വീണ്ടും പഴയ കാലത്തിലേക്ക് ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ, ചേട്ടനും അനിയനും, ഒരാൾ ശൈവനായിട്ടും ഒരാൾ വൈഷ്ണവനായിട്ടും വളരണോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എത്ര പേര് മണിരത്നം എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള സംവിധാനം ചെയ്യുന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊക്കെ ഞാൻ വളരെയധികം ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, തമിഴിന്റെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൾച്ചറൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞൊരു സിനിമ. കണ്ട ആൾക്കാരുണ്ടാവും. കുന്തവൈ ഒക്കെ ഉണ്ടായിരുന്നു. ഐശ്വര്യ റായ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ സിനിമ ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കണുള്ളൂ. അതിൽ ഈ നമ്മുടെ ജയറാമേട്ടൻ, പെരുമ്പാവൂരല്ലേ അദ്ദേഹത്തിന് വീട് അല്ലേ? ജയറാമേട്ടൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ സിനിമ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം അതിൽ വലിയ വൈഷ്ണവനാണ്.
വിഷ്ണു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നാരായണ നാരായണ എന്നുള്ള നാമം മാത്രമേ ജപിക്കുകയുള്ളൂ. നാരായണ നാമം ജപിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നമശിവായ ജപിക്കരുതെന്ന് പറയുന്നതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന അടി അനുസരിച്ച് ഒരു നാമം മാത്രം കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നാരായണ മാത്രം ജപിക്കുന്ന ആള് ശൈവരുടെ ഇടയിൽ പെട്ടപ്പോ അടിയായി. ആ സിനിമയിലുണ്ടായ രംഗം നിങ്ങൾ പോയാൽ നോക്കി കാണാം. അപ്പൊ വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന കുറച്ച് ആൾക്കാർ, ശിവനാണ് വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന കുറച്ച് ആൾക്കാർ, ഇവർ തമ്മിലുള്ള അടി. ഈ അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴിലൊക്കെ കുറച്ച് സിനിമയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഞാൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് നടനുണ്ട്. ഒരു മുത്തശ്ശിയോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സൂര്യ എന്ന് പറഞ്ഞ പണ്ട് ഏതോ പറങ്കിമല എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു സൂര്യ ഉണ്ട്. അവർ ഉദ്ദേശിച്ചത് ദാ സൂര്യയല്ല. അദ്ദേഹത്തിന് അനുജൻ കാർത്തി എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹം ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ കഥ പറയാനല്ല അവിടെ വന്നത്. ഈ തല്ലുകൂടുന്ന ആൾക്കാരെ പിടിച്ചു മാറ്റിയിട്ട് തമിഴിലുള്ള ഒരു പഴഞ്ചൊല്ല് അദ്ദേഹം ആ സിനിമയിൽ പറയുന്നുണ്ട്. ശിവനാണ് വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞ് അടികൂടുന്ന ആൾക്കാരെ രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്തി തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോവർബ്, തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പഴഞ്ചൊല്ല് ആ സിനിമയിൽ കോട്ട് ചെയ്തിട്ടുണ്ട് മണിരത്നം. അത് ആ സിനിമയിൽ കോട്ട് ചെയ്തല്ല, അത് മുമ്പേ ഉള്ള പഴഞ്ചൊല്ല. പണ്ടേ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും വളരെ പ്രചാരത്തിലുള്ള ഒരു പഴഞ്ചൊല്ല. എന്താണെന്ന് അറിയുന്നത്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? തമിഴ് കുറച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന. ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ് എന്നാണ്. സിമ്പിളാണ്. ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ്. ശിവനും വിഷ്ണു ഒന്നാണ്, അത് മനസ്സിലാക്കാത്തവന്റെ വായിൽ മണ്ണാണെന്നാണ് സാരം. എപ്പോഴാണ് വായിൽ മണ്ണ് പറ്റുക? ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കണ്ട് ഭേദഭാവത്തോടു കൂടി ജീവിക്കുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള മെന്റാലിറ്റി ഉള്ളവനാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് ദയവായി നമ്മുടെ സംസ്കാരം അതല്ല. നോക്കൂ, നമ്മൾ ഈ കേരളത്തെ വിളിക്കുക, ഞാനിതിപ്പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമ്മൾ ഈ കേരളത്തെ വിളിക്കുക ഭാർഗവ ക്ഷേത്രം എന്നാണ്, പരശുരാമ ഭൂമി എന്നാണ്. ആ പരശുരാമസ്വാമിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ, അദ്ദേഹത്തിന്റെ അവതാരമാണ് പരശുരാമൻ. അദ്ദേഹമാണ് ഈ പ്രദേശത്തെ വീണ്ടെടുത്തതെന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം വീണ്ടെടുത്തതെന്ന മണ്ണിലാണ് ഈ കാല് നമ്മളിങ്ങനെ ചവിട്ടുന്നത്. ആ പരശുരാമസ്വാമിയായിട്ട് ഭഗവാൻ സ്വയം നാരായണൻ അവതരിച്ച സമയത്ത് അദ്ദേഹം ഗുരുസ്ഥാനത്ത് കണ്ടത് ആരെയായിരുന്നു? സാക്ഷാൽ മഹാദേവനെയാണ്. പരശുരാമസ്വാമിയുടെ ഗുരുനാഥനായിരുന്നു ശിവൻ. ശങ്കര ഭഗവത്പാദരുടെ പാരമ്പര്യമുള്ള നമ്മള്, പരശുരാമസ്വാമിയുടെ പാരമ്പര്യമുള്ള നമ്മള്, നമുക്ക് ഈ അടിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ അടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവരിതൊക്കെ കണ്ട് തമാശയായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേരും പറഞ്ഞ ആൾക്കാർ അടി കൂടുതൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് ദയവായി കുട്ടികൾക്ക് വിഷ്ണുവിൻ്റെയും ശിവന്റെയും ഭേദഭാവമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പല സപ്താഹവേദികളിലും ഈ വൃത്രാസുര ചരിത്രം പറയുന്ന സമയത്ത്, ഈ ഭസ്മാസുരന്റെ കഥ പറയുന്ന സമയത്ത് ചില ആചാര്യന്മാർ മഹാദേവനെ ഇങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുന്ന കാണാം. ശിവൻ പുറകെ ഓടിയ സമയത്ത് ഭസ്മാസുരൻ ശിവന്റെ പുറകെ ഓടി. ആരെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട്? ഏത് വലിയ ആചാര്യനും ആയിക്കോട്ടെ, എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? വിഷ്ണുവിനെ ഉയർത്താനായിട്ട് മഹാദേവനെ താഴ്ത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? ഒരാൾക്കുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വിഷ്ണുവിന്റെയാണ്. ഞാൻ പറയാം, വിഷ്ണുവിനെ ഉയർത്താനായിട്ട് മഹാദേവനെ താഴ്ത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരെ വിഷ്ണുവിന്റെ കോപമാണ്. തിരിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ച് നോക്കൂ. ഗുരുവായൂരപ്പൻ എത്ര നല്ല രീതിയിലാണത് കൊണ്ടു നടക്കുന്നത്. ഗുരുവായൂരപ്പൻ നോക്കൂ, ശൈവരും വൈഷ്ണവരും ഭേദഭാവത്തോടുകൂടി എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ചിന്താഗതി നിലനിന്നിരുന്ന കാലത്ത് പോലും ഗുരുവായൂരപ്പൻ പറയുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം കണ്ടാൽ പോരാ, എൻ്റെ മമ്മിയൂരപ്പനെ പോയി കാണണം. തീർന്നിട്ടില്ല. ഗുരുവായൂരപ്പന്റെ ആ ചതുർബാഹു വിഗ്രഹം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്കൊരു ഗുരുവായൂർ കിട്ടിയത്? ഗുരുവായൂർ നമുക്ക് കിട്ടിയത് മഹാദേവനുള്ളതുകൊണ്ടാണ്. ഗുരുവും വായുവും കൂടെ കൊണ്ടുവന്നിരുന്ന ആ വിഗ്രഹം താഴേക്ക് ഇറക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ, അത് മഹാദേവന്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണാണെന്നുള്ളതാണ്. അവിടെ വന്നിറങ്ങി ഇതിവിടെ പ്രതിഷ്ഠിക്കട്ടെ എന്ന് ചോദിച്ചു. സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് മാറിയിരുന്നു. ആ മാറിയിരുന്ന ആ മഹിമയുള്ള ഊര് പിന്നീട് മമ്മിയൂരായിട്ട് മാറി. നമുക്ക് ഗുരുവായൂർ കിട്ടിയത് മഹാദേവൻ കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂടെ പോയി തൊഴണമെന്ന്. എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ആദരവാണുള്ളത്.
ആ കാര്യത്തിൽ. ഇപ്പം ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിയൂരിൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ അങ്ങനെ ഈ ദൂരപ്രദേശത്ത് വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും പോകും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു ഷോർട്ട് കട്ടാണ്, മറ്റേ ഭഗവതിയുടെ അവിടെ തൊഴുമ്പോൾ അങ്ങോട്ട് നോക്കി തൊഴുതു കഴിഞ്ഞാൽ മമ്മിയൂരുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് അവിടെ ഇരിക്കുന്ന ആളുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ള ബോധ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടും. ഇനി അവിടെയും പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഭഗവാൻ ഈ പല്ലാരിമംഗൽ തപ്പൻ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. ധാരാളം, മോർ ദാൻ ഇനഫ്. ഇതേ ഭഗവാൻ തന്നെ അവിടെയുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു തവണ മമ്മിയൂർ പോകാൻ പറ്റിയില്ല, ഗുരുവായൂരപ്പൻ വിഷമിക്കോ, ഗുരുവായൂരപ്പൻ കോപിക്കോ, എന്തിനാ അതിൻ്റെ വിഷമം? ഇവിടെ വന്ന് തൊഴുക. ഞാനതാ പറഞ്ഞത്, ഗുരുവായൂരപ്പന് ഒട്ടും ഈ ഭേദഭാവം ഇല്ല. അത് ശൈവ വൈഷ്ണവ ശാക്തേയ ഭേദഭാവം ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. ശിവനാണോ വലുത്, വിഷ്ണു ആണോ വലുത്, ദേവിയാണോ വലുത്, ഈ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ലാത്ത ആരാധനാലയം കേരളത്തിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനം ഞാൻ എപ്പോഴും കൊടുക്കുക ഗുരുവായൂരനാണ്. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നടക്കുന്ന, നമ്മളൊക്കെ പ്രസാദൗട്ട് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന, നമ്മൾ തീർത്ഥമായിട്ട് കാണുന്ന ആ ഗുരുവായൂരപ്പൻ്റെ കുളത്തിൻ്റെ പേരെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ? എന്താ അതിൻ്റെ പേര്? ഗുരുവായൂരിലെ കുളം എന്നോ? എന്താ അതിൻ്റെ പേര്? രുദ്രതീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. മഹാദേവന്റെ പേരിലാണ് ഭഗവാന്റെ സാക്ഷാൽ തീർത്ഥം അറിയപ്പെടുന്നത്. ഭഗവാൻ ഉച്ചപൂജ ആറാട്ട് ദിവസം നടക്കുന്നത് ഭഗവതിയുടെ വാതിൽക്കെട്ടിലാണ്. പൂജിക്കപ്പെടുന്ന വിഷ്ണുവാണ്. നോക്കൂ, ഒരേ സമയം ശിവൻ, ഒരേ സമയം വിഷ്ണു, ഒരേ സമയം ദേവി. നമുക്കിതാണ് നമ്മുടെ പാരമ്പര്യം. ഇതിനൊക്കെ ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഫാൻ ഫൈറ്റിനുള്ള സ്ഥലമല്ല അതൊന്നും. മഹാദേവന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്ന് പറയും ചില ആൾക്കാർ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാവണമെങ്കിൽ മഹാദേവനെ ഭജിക്കാൻ പറയും ചില ആളുകൾ. കാരണം അതൊരു ഒറ്റ വസ്തുവാണ്. പിന്നെ അവർ തമ്മിൽ കലഹം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ വെറും ലീല എന്നുള്ള ഭാവത്തിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, ഓരോരുത്തരുള്ള ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ഗുണങ്ങൾക്കനുസരിച്ചും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദേവതാഭാവങ്ങൾ വേണം. അതിനാണ് ശിവൻ, വിഷ്ണു, ദേവി, ഗണപതി, മുരുകൻ എന്നൊക്കെ പറഞ്ഞ ഓരോ ദേവതകളെ നമുക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ ഒറ്റ വസ്തു തന്നെയാണ്. നിങ്ങൾ ഏത് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുന്ന അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ കലശാഭിഷേകം ചെയ്യുമ്പോൾ ചോദിക്കും, ഇവിടെ അഭിഷേകം ചെയ്യുന്ന കലശത്തിന്റെ പേര് മുരുകൻ കലശം, കൃഷ്ണ കലശം എന്നൊന്നുമില്ല. എല്ലാം ബ്രഹ്മകലശ. എല്ലാതും ബ്രഹ്മകലശാഭിഷേകം. എല്ലാത്തിലുള്ളത് ബ്രഹ്മവസ്തുവാണ്. നമ്മൾ അതിനെ പല പല പേരിട്ട് വിളിക്കുന്നു. എങ്ങനെയാണോ പാലിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ ഐസ്ക്രീം എന്നും പേട എന്നും ചീസ് എന്നും മോരെന്നും തൈരെന്നൊക്കെ വിളിക്കുന്നു. എല്ലാം ഒറ്റ വസ്തുവാ, അതൊന്നും ഉണ്ടാക്കിയെടുത്തുള്ളതാ. അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് ഭാവങ്ങൾ ശിവൻ, വിഷ്ണു. അതിൽ തന്നെ ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മറ്റൊരു വശത്തേക്ക് പോവാം. ഇനി ഇവർ തമ്മിൽ ഭേദഭാവം കണ്ട ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണുന്നവർ. തമിഴില് നന്ദനാർ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് പറ്റുമെങ്കിൽ അവസാനം ഒന്ന് പറയാം. നന്ദനാര് കവിയായിരുന്നു. നന്ദനാര് ഭഗവാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മഹാദേവനെ കുറിച്ച് വലിയ ശിവഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വഴിവക്കിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രേ, അലമുറയിട്ട് കരയുക. അപ്പൊ അദ്ദേഹത്തിന്റെ സമീപത്തൂടെ പോയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു തരാം നന്ദനാരോട്, എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം, നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ആ ഒരു സംസ്കാരം വളരെ കൂടുതലാണ്. എൻ്റെ നാട്ടില് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് അങ്ങട്, തൃശ്ശൂരും ഒരു പരിധി വരെ, തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് എടുത്തോളൂ. തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് ശിവൻ ആരാന്നറിയൂ? തൃശ്ശൂർ തൊട്ട് മുകളിലേക്ക് ശിവൻ ഭഗവാനാണ്, അല്ലെങ്കിൽ മഹാദേവനാണ്. ഭഗവാനെ എന്നാ വിളിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്തോറും എറണാകുളം തൊട്ടിട്ട് ഇങ്ങോട്ട് ശിവൻ ആരെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും അച്ഛനാണെന്ന്. അച്ഛാന്ന് വിളിക്കുന്ന ആൾ. കോട്ടയത്തൊക്കെ ഞാൻ പോകുമ്പോൾ എല്ലാവരും അച്ഛനാണ്. വൈക്കത്ത് പോയിട്ട് അച്ഛനെ കണ്ടുവരാം, ഏറ്റുമാനൂർ പോയിട്ട് അച്ഛനെ കണ്ടുവരാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്ഥാനം ഈ ലോകത്തിന്റെ മുഴുവൻ പിതാവിന്റെ സ്ഥാനമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അച്ഛനാണ്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശിയുടെയും, ഇവിടെ ഇന്നലെ ജനിച്ചു വീണ കുട്ടിയുടെയും പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് രഘുവംശത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ എഴുതിയത്, വാക്കും അർത്ഥവും എങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവോ അതുപോലെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണമെന്ന്.
ശിവൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. നമ്മളാണ് ഇവിടെ ഭഗവാനെ എന്ന് വിളിക്കുക. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് ശിവനെ ആൾക്കാർ വിളിക്കുന്നത് അപ്പനെ വിളിക്കുള്ളൂ അവർ. എന്നപ്പനല്ലവ എന്തായുമല്ലവ എന്ന് പറഞ്ഞിട്ട് നന്ദഗോവിന്ദം പാട്ടൊക്കെ പാടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനോട് എൻ്റെ അമ്മയാണ്. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നൊരു അമ്പലമുണ്ട്, അമ്മയപ്പൻ ക്ഷേത്രം എന്നുണ്ട്. മഹാദേവനാണ്. അച്ഛനും അദ്ദേഹമാണ്, അമ്മ അദ്ദേഹമാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള നന്ദനാര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു അത്രേ, നന്ദനാര് എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം അലമുറയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ, എൻ്റെ അച്ഛന് ശരീരം ഇല്ലാണ്ടായി പോയല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് വിഷമിക്കുന്നത്? ശിവന് ശരീരമില്ലെന്ന് ആര് പറഞ്ഞു? ശിവന് ശരീരമുണ്ട്. ചന്ദ്രശേഖരനായിട്ടുള്ള, നാഗഭൂഷിതനായിട്ടുള്ള, നീലകണ്ഠനായിട്ടുള്ള ശിവനുണ്ടല്ലോ, അദ്ദേഹത്തിന് ശരീരം ഉണ്ടല്ലോ. നന്ദനാര് പറഞ്ഞു, അത് വെറും അവന്റെ കളിക്കുന്ന നമ്മളെ കളിപ്പിക്കുന്ന അവൻ, ശരിക്കും അവന് ശരീരമില്ല എന്ന്. അവനൊക്കെ വിളിക്കണം, അദ്ദേഹത്തിന് ലൈസൻസ് ആണത്, ഞാൻ പറഞ്ഞല്ലോ. തമിഴിലൊക്കെ അങ്ങനെ ദൈവങ്ങളൊക്കെ നീ എന്നൊക്കെ പണ്ടാ വിളിക്കുക അല്ലേ? അപ്പൊ അദ്ദേഹം നമ്മളോട് വെറുതെ പറ്റിക്കുകയാണ് നമ്മൾ. അദ്ദേഹത്തിന് ശരീരം യഥാർത്ഥത ഇല്ല എന്ന് പറഞ്ഞു നന്ദനാര്. അപ്പൊ അതെങ്ങനെ ശരിയാവും നന്ദനാര്? അപ്പൊ നമ്മൾ ഈ കാണുന്ന ശരീരം എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വരിയാണ് അദ്ദേഹം വെറുതെ ഒരു പാട്ടായിട്ട് പറഞ്ഞു പോയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന്റെ തമിഴ് വേർഷൻ അല്ല പറയുന്നത്, മലയാളം വേർഷൻ ഇങ്ങനെയാണ് ഏകദേശം. അദ്ദേഹം പറഞ്ഞു അത്രേ, എൻ്റെ അപ്പന് ശരീരമില്ല, എൻ്റെ അപ്പൻ്റെ ശരീരത്തിന്റെ പകുതി പാർവതി എന്ന് പറയുന്ന ഒരു ശീമാട്ടി വന്ന് കട്ടുകൊണ്ട് പോയി. ബാക്കി പകുതി എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നു, അവളുടെ ആങ്ങള ഒരുത്തൻ അത് വന്ന് ബാക്കിയും കൊണ്ടുപോയി. ഒരേ സമയം ഭഗവാൻ അർദ്ധനാരീശ്വരനുമാണ്, അതേസമയം ഭഗവാൻ ശങ്കരനാരായണനുമാണ് മഹാദേവൻ. പല ആളുകളും പറയുന്നത് ഭഗവാൻ സ്വന്തമായിട്ട് ശരീരം പോലും ഇല്ല. നമുക്ക് പകുതി ശിവൻ, പകുതി ദേവി, പകുതി വിഷ്ണു. ആ ഭാവത്തിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുന്നത്. ദയവായിട്ട് അങ്ങനെ കാണാതിരിക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അപ്പുറത്തിരിക്കുന്നത് എന്നാ പറയുക. ഇപ്പൊ ഞാൻ ഇത് കോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ കുറച്ച് പുറകിലിരിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ആവും. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ മക്കളെ, ഈ ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണ, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടേ. ആ പാട്ടിലൊരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്ക് പാടാനൊന്നും അറിയില്ല, ഞാൻ പാടില്ല. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ, ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനും നീനെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അതിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം രുദ്രാക്ഷം ധരിച്ചിട്ടുള്ളവനും ത്രിപുണ്ഡം ധരിച്ചിട്ടുള്ളവനുമായിട്ടുള്ള ഭഗവാനെ. നോക്കൂ, വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാർ സാധാരണ രുദ്രാക്ഷം ധരിക്കാറില്ല. അവർ സാധാരണ തുളസി മാലയാണ് ധരിക്കുക. തുളസി, ആ പാട്ടില്ലേ അത്. സാധാരണ അവർ ത്രിപുണ്ഡം ധരിക്കാറില്ല, അവര് ഗോപീചന്ദനമാണ് ധരിക്കാറുള്ളത്. എന്നാൽ ലോകത്ത് ഒരാൾ മാത്രം കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ മാത്രം ത്രിപുണ്ഡം ഭസ്മം ധരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആളാണ് പരമമായിട്ടുള്ള വൈഷ്ണവൻ. അതാരാണ്? ശിവൻ. സാധാരണ വൈഷ്ണവരൊന്നും ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങാണ് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട മഹാദേവനെ ഒന്ന് താഴ്ത്തി വിഷ്ണുവിനെ ഉയർത്തി, അങ്ങനെയല്ല. അടുത്ത വരിയിൽ പറയുന്നു, ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനും നീനേന്നാണ്. ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ആ ഭഗവാൻ പ്രാണനായിട്ട് കാണുന്നത് ഭഗവാനെ അങ്ങയല്ലേന്ന് ആണ് വരിയുടെ അർത്ഥം. അത്രയധികം ഭേദഭാവം ഇല്ലാത്ത രണ്ട് ചൈതന്യങ്ങളാണ് ശിവനും വിഷ്ണു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാണാം. മഹാദേവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കൃഷ്ണനെ കോട്ട് ചെയ്യാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഭഗവാൻ നാരായണൻ കൃഷ്ണാവതാരം എടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ പൂജിച്ചിരുന്ന ദേവത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദേവിയും രണ്ട് മഹാദേവനുമാണ്. എത്രയോ സന്ദർഭങ്ങളിൽ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു കൊല്ലപ്പെടുന്ന സമയത്ത് ജയദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ഞാൻ വധിക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും എന്ന് അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ശ്രീരുദ്രം ജപിക്കുന്ന കൃഷ്ണനെ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ കാണാം.
എന്തിനാണ് ഭഗവാനല്ലേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അർജുനെ രക്ഷിക്കായിരുന്നല്ലോ, എന്തിനാണ് ശിവനെ പൂജിച്ചതെന്ന് ചോദിക്കാനുള്ള വിഡ്ഢിത്തം നമുക്ക് ഉണ്ടാവരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ നല്ല ഉണ്ണികളെ തരുന്നു, മഹാദേവന് നല്ല ഉണ്ണികളെ തരും കേട്ടോ. മഹാദേവന്റെയും പാരമ്പര്യമാണ് നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുക എന്ന്. ഭഗവാന്റെ മക്കളൊക്കെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഭഗവാന്റെ ഒരു മകൻ ഇരിക്കുന്നുണ്ട്. സാക്ഷാൽ കൃഷ്ണന് പോലും ഒരു മകൻ ഉണ്ടായത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. ജാമ്പവതി എന്ന് വിളിക്കപ്പെടുന്ന ഭാര്യയിൽ ഭഗവാന് പുത്രന്മാരുണ്ടായില്ല. രുക്മിണിയിൽ പ്രദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടായി, സത്യഭാമയിലുണ്ടായി, ബാക്കിയുള്ള ഭാര്യമാരിലൊക്കെ ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു വിഷമം, എനിക്ക് മാത്രം അമ്മയാവാൻ സാധിക്കുന്നില്ലല്ലോ. ഭഗവാനോട് പറഞ്ഞു, എനിക്കൊരു ഉണ്ണി വേണം. അപ്പൊ ഭഗവാൻ എന്താ ചെയ്ത്, അദ്ദേഹം സ്വയം നാരായണനായതുകൊണ്ട് ജാമ്പവതി ഗർഭിണിയാവട്ടെ, അതല്ല രീതി. അദ്ദേഹം ജാമ്പവതിയെ കൊണ്ട് ഉപമന്യു എന്ന് വിളിക്കപ്പെടുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. ഉപമന്യു വലിയ ശിവഭക്തനായിരുന്നു. ഉപമന്യുവിനെ നമസ്കരിച്ചു ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, നല്ല ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള വ്രതത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. ഇദ്ദേഹം ഗുരുവായൂരപ്പം വന്ന് നമസ്കരിക്കേണ്ടപ്പോൾ ഉപമന്യു ചാടി എണീറ്റ് പറഞ്ഞു, ഭഗവാൻ അങ്ങ് സ്വയം നാരായണൻ, അങ്ങ് വിളിച്ച മഹാദേവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, എന്നെ പരീക്ഷിക്കരുതെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. ഞാൻ ഒരു മനുഷ്യ ശരീരത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടി ഞാൻ അത് അനുഷ്ഠിക്കാൻ തയ്യാറാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കായിട്ട് സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. അങ്ങനെ ഉപമന്യു എന്ന് വിളിക്കപ്പെടുന്ന മഹർഷി പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്രതം, പാശുപത അസ്ത്രം മാത്രമല്ല, പാശുപത വ്രതം ഉണ്ട്. ആ പാശുപത വ്രതം 1 വർഷക്കാലം കൃഷ്ണനും ജാമ്പവതിയും നോറ്റുവെന്നും ആ ജാമ്പവതിക്ക് ആ പാശുപത വ്രതത്തിന്റെ ഒരു ലഭ്യത കൊണ്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായെന്നും ആ പുത്രന് മഹാദേവന്റെ പേരിട്ടു ഭഗവാൻ എന്നാണ്. എന്താ പേര്? സാമ്പൻ. സാമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണന്റെ മകൻ ശിവന്റെ പ്രീതി കൊണ്ടുണ്ടായതാണ്. എന്നിട്ട് നമ്മൾ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളെയാണ് നമ്മൾ ശിവവിരോധിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? അമ്പയോട് കൂടിയവൻ, അമ്മയോടൊപ്പം ഇരിക്കുന്നവൻ ശിവൻ. ആ സാമ്പനാണ് കുറച്ച് കഴിഞ്ഞപ്പോ വയറിൽ തലയണയൊക്കെ കെട്ടിവെച്ചിട്ട് മഹർഷിമാരോട് ചോദിച്ചത്, ഞാൻ പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന്. ആ സാമ്പനാണ് ശാപം കിട്ടിയത്, ഇത് രണ്ടുമല്ല, ഇരുമ്പൊലക്കെ പ്രസവിക്കട്ടെ എന്ന്. ആ ഇരുമ്പൊലക്കയുടെ അഗ്രഭാഗം കൊണ്ടാണ് ഭഗവാൻ നാരായണന്റെ പോലും സ്വർഗാരോഹണം പിന്നീട് ഉണ്ടാവുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് അറിയാം. നോക്കൂ, മഹാദേവൻ അനുഗ്രഹിച്ചുണ്ടായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയിൽ പോലും നോക്കൂ, ആ കുട്ടിയിൽ നിന്നാണ് യാദവ വംശത്തിന്റെ മുഴുവൻ സംഹാരം തുടങ്ങുന്നത്. ആ ഒറ്റ കുട്ടിയിൽ നിന്ന്, സാമ്പനിൽ നിന്ന്. മഹാദേവന്റെ സ്വഭാവം ആ കുട്ടിയിലുണ്ടായിരുന്നു, സംഹാരത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം കുടുംബം മുടിക്കുന്ന കുട്ടികളാവുന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ മഹാദേവനെ ഭജിക്കുന്ന അത്യുത്തമമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള മഹാത്മാക്കൾ എത്ര പേരാണുള്ളത് നോക്കൂ. ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ എത്ര സുഹൃതം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. ഈ ദയവായിട്ട്, എനിക്ക് അങ്ങനെ ഒരു മോശം സ്വഭാവമുണ്ട്. ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും അയാളൊരു വിഷമം പറയുന്ന സമയത്ത്, അയാളുടെ കുട്ടിയുടെ ഒരു ദേഹവിയോഗം ഉണ്ടായി, അല്ലെങ്കിൽ അയാൾക്കൊരു അസുഖം വന്നു, അയാളുടെ കുറെ പൈസ പോയി, അപ്പൊ ദയവായിട്ട് ഈ അമ്പലത്തിന്റെ ഒരു ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയരുത് ഇതൊക്കെ വിധിയാണ്. വിധിയാണ് ശരി എന്നുണ്ടെങ്കിൽ മാർക്കണ്ഡേയൻ 16-ാമത്തെ വയസ്സിൽ മരിക്കണമായിരുന്നു. ആണോ അല്ലയോ? വിധിയാണ് നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ 16-ാമത്തെ വയസ്സിൽ ദേഹം പോണ്ട ആളായിരുന്നു മാർക്കണ്ഡേയൻ. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം യമനെ തന്നെ വധിച്ചു. മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പാക്കേജ് പോലെയാണ്, തുടങ്ങി കഴിയാൻ വേണ്ടി നിൽക്കില്ല. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം യമനെ വധിക്കുന്നു, മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുന്നു. ആര് പറഞ്ഞു നിനക്ക് 16 വയസ്സാണ് ആയുസ് എന്ന്? ലോകമുള്ള കാലം മുഴുവൻ നീ ചിരഞ്ജീവി ആയിട്ടിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. വിധിയാണോ ശരി, വിധാതാവിന്റെ തീരുമാനമാണോ ശരി? നിങ്ങൾ സ്വയം പരിശോധിക്കുക. ചില ആൾക്കാരുടെ ഇപ്പോഴത്തെ ചില കണ്ടുപിടുത്തമുണ്ട്, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വിധിച്ചതേ നടക്കൂ. നിങ്ങൾ ആ ഭഗവാനെ ആശ്രയിക്കൂ, മഹാദേവനെ, നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ. വിധിയെ മാറ്റുന്നല്ല ഞാൻ പറഞ്ഞത്, വിധി ഉണ്ടാവും. ആ വിധിയെ നേരിടാനുള്ള മെന്റാലിറ്റി, അല്ലെങ്കിൽ ആ വിധിയെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു അകക്കണ്ണ് നിങ്ങൾക്ക് ഭഗവാൻ തരും. നോക്കൂ, പൂന്താനത്തിന്റെ കുട്ടി മരിച്ചു, അത് വിധിയായിരുന്നു.
ഭഗവാൻ തടഞ്ഞോ? ഇല്ലല്ലോ. പക്ഷേ ആ കുട്ടി മരിച്ച വിഷമത്തിലും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് എഴുതാനുള്ള തോന്നിക്കാനുള്ള അകക്കണ്ണ് ഭഗവാൻ കൊടുത്തു. ഞാൻ വിധിയെ മുഴുവൻ ഭഗവാൻ മാറ്റുന്നല്ല പറഞ്ഞത്. ആ വിധിയെ എങ്ങനെ നേരിടണമെന്ന് ഭഗവാൻ നിങ്ങളെ പഠിപ്പിക്കും. അതിനൊക്കെ ഈ ഒരു ക്ഷേത്രം ധാരാളമാണ് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനായിട്ട് കാണുന്നതിലുപരി സ്വന്തം പിതാവിന്റെ സ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണുക. അത് ഗുരുവായൂരപ്പനായാലും ശരി, മഹാദേവനായാലും ശരി. മഹാദേവൻ അത് കൂടുതൽ യോജിക്കും. ദയവായിട്ട് കുട്ടികളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ഭഗവാന്റെ ഈ ക്ഷിപ്രകോപി എന്ന് പറയുന്ന ഭാവത്തെ ഉയർത്തി കാണിക്കാതിരിക്കുക കുട്ടികളുടെ മുമ്പിൽ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഗുരുവായൂരപ്പനോട് എടുക്കുന്ന ലൈസൻസ് മഹാദേവനോട് എടുക്കുന്ന എത്ര പേരുണ്ട്? ഗുരുവായൂരപ്പനാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാം, മഹാദേവനാവുമ്പോൾ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. ആര് പറഞ്ഞു? നിങ്ങൾക്ക് മഹാദേവനെ കുട്ടിയായിട്ട് കാണോ? നിങ്ങൾ കണ്ടോളൂ. എത്രയോ പേരുണ്ട് ഇപ്പോഴും അങ്ങനെ കാണുന്ന ആൾക്കാർ. അദ്ദേഹത്തിന്റെ ഒരു പൊതുഭാവം നമ്മൾ പറയുമ്പോൾ പിതാവിന്റെ സ്ഥാനം കൊടുക്കണമെന്നേ ഉള്ളൂ. ദയവായിട്ട് അദ്ദേഹത്തെ ഭയക്കരുത്. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരെ പേടിപ്പിച്ച് ആരാധിപ്പിക്കുക. അതിന്റെ ആവശ്യമില്ല. മഹാദേവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണ് തുറക്കുന്ന ആളുമല്ല. അദ്ദേഹത്തെ ഫയർഫോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കണ്ട നമുക്ക്. ഇന്ന് പൊതുവിൽ ചിത്രീകരിച്ച് അങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് വലിയ വിഷമമാണ് ആ കാര്യത്തിൽ. ഞാൻ ഭഗവാന്റെ മെന്റാലിറ്റിയിൽ ചിന്തിക്കുന്നത്. സ്വന്തം മക്കളുടെ അച്ഛനെ പേടിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുള്ള അച്ഛന്റെ മെന്റാലിറ്റിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനൊക്കെ ചില പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാവുന്നു. ചില സ്ഥലത്ത് ഞാൻ വളരെ നേരത്തെ എത്താറുണ്ട്, ദുർലഭമായിട്ടെങ്കിലും. അപ്പോൾ ആ സമയത്ത് ഒരു വീട്ടിൽ വിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം കുടിക്കാൻ നാരങ്ങ വെള്ളം തരും. ഇത് കുടിച്ചിട്ട് ഇവിടെ ഇരുന്നോളൂ, ഇപ്പൊ വരാം. പിന്നെയും സമയം ബാക്കിയുണ്ടെങ്കിൽ അവർ ഉഗാണ്ടയിലോ അമേരിക്കയിലോ പോയതിന്റെ ആൽബം തന്നിട്ട് പറയും, ഇത് നോക്കിക്കോളൂ. അതും നോക്കിയിട്ടും സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ഇതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നോളൂ. ഒരു ദിക്കിൽ അങ്ങനെ പോയ സമയത്ത് ഒരു ചെറിയ കുട്ടിയെ പിടിക്കാനായിട്ട് അതിന്റെ അച്ഛൻ ഓടിയൊരു കഥ ഉണ്ട്. അച്ഛനാണെങ്കിൽ ഇത്തിരി പെന്നെ പോലെ ഇത്തിരി തടിയൊക്കെ ഉണ്ട്. കുട്ടിയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ആ സാധനം. അത് മേശയുടെ ഇടയിൽ കൂടെ പോണ പോലെയും അടുക്കളയിൽ ഗ്രൈൻഡറിന്റെ ഇടയിൽ കൂടെ പോണ പോലെ ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കുറെ നേരം ഇദ്ദേഹത്തിട്ട് ഓടിച്ച ഒരു പരിവായ സമയത്താണ് അമ്മ കുടുംബശ്രീയോ അംഗനവാടിന്നോ എവിടെന്നോ വരണത്. അമ്മയ്ക്ക് കണ്ട ഉടനെ കുട്ടിക്ക് സ്വർഗം കിട്ടിയതുപോലെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കുട്ടി കെട്ടിപ്പിടിച്ചങ്ങനെ നിന്നു. അപ്പൊ ഇവിടെ അച്ഛന്റെ കുട്ടി വരൂ, സ്വത്ത് വരൂ, ഉണ്ണി വരൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ ഈ അമ്മയുടെ കൂടെ കുടുംബശ്രീ കഴിഞ്ഞ് വരണ സ്ത്രീകൾ വേറെ ഉണ്ട് കുറച്ചെണ്ണം. ചെക്കനാണെങ്കിൽ ഇതന്നെയാണ് ഗ്യാപ്പ് എന്ന് കരുതിയിട്ട് നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് ഉറക്കം കണ്ട് അലറിയിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനെ പേടിയാണേ. ആ സമയത്ത് ആ അച്ഛന്റെ മുഖം മാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അച്ഛനെ ഭയമാണ് എന്നൊരു കുട്ടി പറയുന്നത് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടാണ്. തിരിച്ചും അമ്മയും കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം, കണ്ടോ, കണ്ടു പഠിക്ക്. ഭയമല്ല നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. സനാതന ധർമ്മം നിലനിൽക്കുന്ന അറിവിന്റെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ, ഭയത്തിന്റെ മുകളിലല്ല. ഭക്തിജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭാഗവതം ഉണ്ടായിരുന്നതാണ്. ഭക്തിജ്ഞാന വൈരാഗ്യമാണ് എല്ലാ ഗുണങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന 3 ഗുണങ്ങൾ. അതിനെവിടെയും ഭയത്തിന് സ്ഥാനമില്ല. നിങ്ങൾ ഭയന്നിട്ട് ഭഗവാനെ ആരാധിക്കണ്ട. മഹാദേവനെ, ഞാൻ ഈ കൂവളമാല കൊടുത്തില്ലെങ്കിൽ ശിവൻ കോപിക്കുമോ? ഞാൻ പിൻവിളക്ക് കൊടുത്തില്ലെങ്കിൽ ശിവൻ 3ാമത്തെ കണ്ണ് തുറക്കുമോ? എന്തിനാണ് ഭഗവാനെ നിങ്ങൾ അങ്ങനെ ഒരു കോപത്തിന്റെ മൂർത്തിയാക്കിയിട്ട് ചിത്രീകരിക്കുന്നത്? അദ്ദേഹത്തെ പോലെ വാത്സല്യമുള്ളവർ ആരാണുള്ളത്? നമ്മൾ എപ്പോഴും ഈ ചാർത്തി കൊടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, വിഷ്ണു പരമശാന്തൻ, ശിവൻ ക്ഷിപ്രകോപി. അങ്ങനെയല്ല, 2 പേർക്കും ദേഷ്യം വന്ന സന്ദർഭങ്ങളുണ്ട്. നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ നാരായണൻ വന്ന സമയത്ത് സ്വന്തം ഭാര്യ പോലും അടുത്തേക്ക് പോയിട്ടില്ല. ഇതെന്റെ ഭർത്താവൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. തിരിച്ചും ഏറ്റവും സൗമ്യനായിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ മഹാദേവൻ ഏറ്റവും ശാന്തനായിരിക്കുന്നു അദ്ദേഹം തന്നെയാണ്, ഏറ്റവും ഘോരനായിരിക്കുന്നു അദ്ദേഹം തന്നെയാണ്. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ ഭാവമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ശിവനെ പേടിപ്പിക്കാതിരിക്കുക. കുട്ടികളൊക്കെ ഇന്ന് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ പാമ്പ് ധരിച്ച്, പുലിത്തോല് ധരിച്ച്, ആനത്തോലുടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഏറ്റവും ക്രോധഭാവത്തിലുള്ള വളരെ മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ഭഗവാൻ.
അദ്ദേഹത്തിനെ സ്നേഹത്തോടെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ശാന്തനായിട്ടുള്ള ഒരാൾ ലോകത്ത് ആരുമില്ല. നമ്മളിങ്ങനെ ഉയർത്തും. ഗുരുവായൂരപ്പനെ ഭൃഗു ചവിട്ടി, ഭൃഗുവിന്റെ ചവിട്ട് ഭഗവാൻ ശ്രീവത്സാക്കി, അതുകൊണ്ട് വിഷ്ണുവാണ് പരമശാന്തൻ. ആര് പറഞ്ഞു ശിവനെ ചവിട്ടിയിട്ടില്ല എന്ന്? ശിവനെയും ചവിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. എത്രയോ ആളുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, നിങ്ങൾ എത്ര പേര് ഭഗവാന്റെ വായുലിംഗം ഇരിക്കുന്ന സ്ഥലം ശ്രീകാളഹസ്തിയിൽ പോയിട്ടുണ്ട്? പോയ ആൾക്കാരെല്ലാം ഒന്ന് കൈപ്പൊക്കൂ. ശ്രീകാളഹസ്തിക്ക് അടുത്തൊരു കാട്ടാളൻ താമസിച്ചിരുന്നു. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ അല്ലേ? ഞാനത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരിക്കൽ വേട്ടയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് കാടിന് നടുവിലായിട്ടൊരു ശിവലിംഗം കണ്ടു. ആ ശിവലിംഗത്തോട് എന്തെന്നില്ലാത്ത പ്രേമം ഉള്ളിലുണ്ടായി. അതിനെ ഭജിക്കണമെന്ന് തോന്നി. ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. ആ ശിവലിംഗത്തിന്റെ മുകളിൽ കൂടിയിരുന്ന കരിയിലകളൊക്കെ മാറ്റി വളരെ വൃത്തിയാക്കി സൂക്ഷിച്ചു. അപ്പൊ അദ്ദേഹം കണ്ടിട്ടുണ്ട്, നാട്ടിലെ അമ്പലത്തിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കാട്ടിലെ ഊരിലെ അമ്പലത്തിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ നിർമാല്യം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ധാരയാണ് പതിവ്, അഭിഷേകം. അദ്ദേഹം തന്റെ കയ്യിലുള്ള കുടം കൊണ്ട് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ പോകുന്നു, വെള്ളം സ്വീകരിക്കുന്നു, തിരിച്ച് ശിവലിംഗത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു തുള്ളി വെള്ളം അതിൽ കാണുന്നില്ല. കുടത്തിൽ ഓട്ടയുണ്ടായിരുന്നു. കുട എടുത്ത് വലിച്ചെറിയുന്നു. കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ധാര കഴിപ്പിക്കാൻ നോക്കുന്നു. കൈക്കുമ്പിള്ള വെള്ളവും ഇറ്റിറ്റി മുഴുവൻ ജലവും പാഴായി പോകുന്നു. എങ്ങനെ ഞാൻ നിനക്ക് ധാര കഴിക്കും ശിവനെ എന്ന് ശിവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഭഗവാൻ ആ വേടന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു. എനിക്ക് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞ് ഓടി വെള്ളത്തിൽ ചാടി വായയിൽ മുഴുവൻ വെള്ളവും സ്വീകരിച്ചു കൊണ്ടുവന്ന് ഓടി വന്ന് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് നീട്ടി തുപ്പിയിട്ട് പറഞ്ഞു, ഭഗവാനെ എന്റെ ധാര സ്വീകരിച്ചാലും. സിമ്പിളാണ്. അത്രേ ഉള്ളൂ ബാബുസ്വാമി. അത്രയും സിമ്പിളായിട്ടുള്ള ഒരാളെയാണ് നിങ്ങളിങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി ഭഗവാൻ അങ്ങേക്ക് പുഷ്പാഞ്ജലിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതാ എന്റെ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് പുറകിലെ മരം പിടിച്ച് കുലുക്കി. കുറെ പൂക്കളും ഇലകളൊക്കെ, വില്ലുപത്രാണെന്ന് പറയാ, വന്നു വീണു. ഇനി നേദ്യം കൊടുക്കണം. അഭിഷേകം കഴിഞ്ഞു, പുഷ്പാഞ്ജലി കഴിഞ്ഞു. നേദിക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട്? ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താണുള്ളത്? ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹം വേട്ടയാടിക്കൊണ്ടുവന്ന മാംസം ഉണ്ടായിരുന്നു, അത് നേദിച്ചു. എന്താണ് ഇതുവരെ കണ്ണു തുറക്കാത്തത് ഭഗവാനെ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കത്തിച്ചിട്ടല്ലേ ഭഗവാനെ അങ്ങേക്ക് ശീലം? കത്തിക്കവനെ. അങ്ങനെ എന്താ നിങ്ങൾ പറയാത്തത്? ഒരു തരി കോപം അദ്ദേഹത്തോട് ഭഗവാന് തോന്നിയില്ലെന്നാണ്. കാരണം ഭക്തിയുടെ പാരമ്യതയിലാണ് നിൽക്കുന്നത്. അങ്ങനെ എത്രയോ നാൾ ഉപാസിച്ചു ഭഗവാനെ. ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് നിർമാല്യം വാരൻ. അദ്ദേഹം തന്നെ തലേദിവസം കുലുക്കിയ ഈ മരത്തിന്റെ ഇലകളൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം കണ്ടത് ഭഗവാന്റെ വലത്തെ കണ്ണ് ബ്ലീഡ് ചെയ്യുന്നതാണ്. കാട്ടിൽ പോയി കുറെ പച്ചമരുന്നൊക്കെ അരച്ചു കൊണ്ടുവന്നു, ശിവലിംഗത്തിന്റെ കണ്ണിൽ പൊത്തിപ്പിടിച്ചു വെച്ചു, നിൽക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എന്റെ ഭഗവാൻ ഇതാ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭഗവാന് രക്തം പാഴായിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ഭഗവാന് വലതും പറ്റൂ. ആർക്ക്? കാലനെ നിഗ്രഹിച്ച ഈ ഭഗവാന്. ഇങ്ങനെ രക്തം പോയി കഴിഞ്ഞാൽ എന്റെ ഭഗവാൻ വലതും പറ്റുമെന്ന് കരുതി സ്വന്തം വലത്തെ കണ്ണ് അമ്പുകൊണ്ട്, കൂർത്ത അമ്പുകൊണ്ട് ഇങ്ങനെ ചൂഴ്ന്നെടുത്തിട്ട് ആ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു ആ വേടൻ. അപ്പൊ ബ്ലീഡിങ് നിന്നു. അപ്പൊ അയാൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു സ്വന്തം കണ്ണുപോയപ്പോ. ശിവലിംഗത്തിന്റെ ചുറ്റും നമശിവായ നമശിവായ എന്ന് ഉറക്ക ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ആ ഭഗവാന്റെ ചുറ്റും പ്രദർശനം ചെയ്തു. ഭഗവാൻ കരുതി ഇത്രേ, അത്ര അങ്ങോട്ട് സന്തോഷിക്കേണ്ട. ഭഗവാൻ രണ്ടാമത്തെ കണ്ണ്, ഇടത്തെ കണ്ണ് ബ്ലീഡ് ചെയ്യിച്ചു എന്നാണ്. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ കരുതുക? അദ്ദേഹം കരുതിയത് ശിവൻ തൻ്റെ കൂടെ കളിക്കുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഭഗവാനെ അങ്ങേക്ക് എന്റെ രണ്ടാമത്തെ കണ്ണുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരെ, ഇങ്ങനെ തമാശ കാണിക്കണമെന്ന്. നേരത്തെ കളഞ്ഞ കൂർത്ത അമ്പെടുത്തിട്ട് വീണ്ടും കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചു എന്നാണ്. നമ്മൾ വിചാരിക്കുക അപ്പൊ വന്ന് ഭഗവാൻ കൈ കയറി പിടിക്കും, ചൂടണ്ട കേട്ടോ, അങ്ങനെയല്ലേ? ആരും പിടിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം തന്നെ ഈ കൂർത്ത അമ്പ് പുറകിലേക്ക് പിടിച്ചു വലിച്ചു എന്നാണ്. മറ്റേ കണ്ണ് ഇൻഷൂർ ചെയ്തോണ്ടല്ല. അദ്ദേഹം ആലോചിച്ചു അത്രേ, ഈ കണ്ണും പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ട് കണ്ണും ഇല്ലാത്ത ആളാണ്. ഇയാൾക്ക് ഈ കണ്ണ് വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ കണ്ണിന്റെ അവിടെ വേണമല്ലോ ഈ കണ്ണ് വെച്ചു കൊടുക്കാൻ, അല്ലാണ്ട് മൂക്കിന്റെ അവിടെ ചുണ്ടിന്റെ അവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്യാൻ നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുള്ള സ്ഥലം എനിക്കറിയണം.
എന്നിട്ടേ ചൂഴാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ഇടത്തെ കാല് പൊക്കിയിട്ട് അതിന്റെ പെരുവിരൽ കൊണ്ട് ശിവലിംഗത്തിന്റെ കണ്ണിൽ ചവിട്ടി. എന്നിട്ട് ആ കൂർത്തമ്പ് കൊണ്ട് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ ആ കണ്ണ് എവിടെയാണോ ഇരിക്കുന്നത് തൻ്റെ ഇടത്തെ കാലിന്റെ പാദത്തിന്റെ പെരുവിരലുള്ള ഭാഗത്ത് വെച്ചു കൊടുത്തു എന്നാണ്. ഏത് ശിവൻ കത്തിച്ചു അദ്ദേഹത്തെ? ഏത് ശിവനാണ് ശൂലം കൊണ്ട് കുത്തിയത് അദ്ദേഹത്തെ? അതുകൊണ്ട് ദയവായി ഭയം ഉണ്ടാക്കരുത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മോനെ നിന്നെപ്പോലെ ഭക്തൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് കണ്ണ് തന്നുകൊണ്ട് നീ കണ്ണപ്പൻ എന്ന പേരിൽ ഭാവിയിൽ അറിയപ്പെടട്ടെ. അർജുനന്റെ പുനർജന്മാണെന്ന് പറയുക. ഭഗവാൻ കിരാത വേഷത്തിൽ വന്ന സമയത്ത് അർജുനൻ ഭഗവാന്റെ തലയ്ക്ക് അടിച്ചു തറേ ഗാണ്ഡീവം കൊണ്ട്. പിന്നെ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാനോട് മാപ്പ് പറഞ്ഞു, അങ്ങേ സേവിക്കാൻ ഒരു ജന്മം തരണേ. അങ്ങനെ ജനിച്ചതാണ് കണ്ണപ്പൻ എന്നാണ്. ഇന്നും ശിവന്റെ നായനാർമാരുടെ കോൺസെപ്റ്റും തമിഴിൽ പറയുമ്പോൾ അതിലൊരാളാണ് കണ്ണപ്പ നായനാർ. ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു കണ്ണപ്പൻ എന്നുണ്ട്. നമ്മുടെ ലാലേട്ടനാണ് അതിൽ മഹാദേവനായിട്ട് അഭിനയിച്ചതൊക്കെ. നോക്കൂ, അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഭഗവാനെ നമ്മൾ ഈ കോപത്തിന്റെ മേലങ്കി ചാർത്തിയിട്ട് ഭഗവാനെ അണിയിച്ചൊരുക്കാതിരിക്കുക. അദ്ദേഹം പരമശാന്തനാണ്. പക്ഷെ അച്ഛന്റെ ഉത്തരവാദിത്തമാണ് മക്കളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. അതിന് അടിക്കേണ്ടി വന്നാൽ അടിക്കാനുള്ള സ്വാതന്ത്ര്യം, അടിക്കാനുള്ള അവകാശം അച്ഛനുണ്ട്. അത്രേ ഉള്ളൂ. ഒരച്ഛനും മക്കളും നശിച്ചു പോട്ടെ, ഈ ഒറ്റ അടി കൊണ്ട് മകൻ തീരട്ടെ എന്ന് കരുതിയിട്ട് അടിക്കാറില്ല. അടിക്കുന്നത് നന്നാവാനാണ്. അടി കിട്ടുമ്പോൾ ഓർക്കുക, എൻ്റെ അച്ഛൻ എന്നെ കൺസിഡർ ചെയ്യുന്നു, എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് കൺസേൺ ആണ്, അതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത്. ഞാൻ എന്തോ ആയിക്കോട്ടെ എന്ന് കരുതിയില്ലല്ലോ. വേണ്ട സമയത്ത് എന്നെ തിരുത്താൻ അദ്ദേഹം അടിച്ചല്ലോ, അടിച്ചതിന് നന്ദി പറയുക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് എന്നെ അടിച്ചൂലേ, അത് വേണ്ട. ആ അടി പോലും അനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ദയവായി ആ രീതിയിലൊക്കെ നമ്മുടെ കുട്ടികൾക്കുള്ള ചിന്താഗതി കൂടി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ നാളെ മഹാദേവനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ്. എനിക്ക് ശിവനെ പേടിയാണേ എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിക്കാതിരിക്കുക. ഭഗവാൻ പരമസാത്വികനാണ്. നോക്കൂ, ഇവിടെ ഈ രണ്ട് ഭഗവാന്മാരും ഇവിടെ ഇത്രയധികം ചൈതന്യത്തോടു കൂടി ഉള്ളപ്പോൾ നമ്മൾ മറ്റ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ഉത്തമം തന്നെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഭഗവാനെ കാണാനായിട്ട് നിങ്ങൾ ആരും തിങ്കളാഴ്ചയും തിരുവാതിരയൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തിൽ പോവാം, ബാക്കിയുള്ള ദിവസമൊന്നും വേണ്ട, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, മക്കൾ എപ്പോഴും വന്ന് കാണുന്നതാണ് അച്ഛനും അമ്മയ്ക്ക് സന്തോഷം. എല്ലാ ദിവസവും വരികയാണെങ്കിൽ അത്രയും സന്തോഷം. ഞാനൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടാവണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ അച്ഛനും അമ്മ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളാരും നമ്മുടെ അച്ഛൻ്റെ നക്ഷത്രം ഇപ്പം രേവതിയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് രേവതി നക്ഷത്രത്തിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്നത് ഭഗവാനെ നമ്മുടെ അച്ഛനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നും ചെന്ന് അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനായി നമ്മളുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ നടത്താനും നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നില്ലേ? നിങ്ങളൊരു കൂവളമാല കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്. ഇതങ്ങോട്ട് എടുത്തിട്ട് നാളെ 17 Pro Max തരണേ ഭഗവാനെ എന്നല്ല. എൻ്റെ അച്ഛനെ എനിക്ക് ആ മാല ചാർത്തി കാണാൻ സാധിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ അച്ഛൻ ആ മാലിട്ട് കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ അച്ഛന് അവിടെ ആ ശ്രീകോവിലിനകത്ത് ഇരിക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ സന്തോഷമായിട്ടിരിക്കണം. അതിന് എൻ്റെ വക കൂടി ഒരു നെയ്ത്തിരി. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, എത്ര ഭംഗിയാണ് ആ കോൺസെപ്റ്റ്. അല്ലാതെ എൻ്റെ ഈ നെയ്ത്തിരി ഭഗവാൻ സ്വീകരിച്ച് നാളെ എനിക്ക് ലോട്ടറി അടിപ്പിക്കുന്നു ഉള്ള ചിന്തകളിൽ നിന്ന് മാറാനാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ എന്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും. ഗുരുവായൂരപ്പൻ നിങ്ങൾ ഉണ്ണിയായിട്ട് കണ്ടോളൂ. നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഉണ്ണിക്കാണ് നിങ്ങൾ ഓരോ സമർപ്പണങ്ങളും കൊടുക്കുന്നത്. അവിടെ കണക്കുകൾക്ക് സ്ഥാനമില്ല. ഒരു വഴിപാട് നമ്മൾ ഇവിടെ കഴിക്കുമ്പോൾ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാനെ. അദ്ദേഹം അറിഞ്ഞ് ചെയ്തോളൂ. അദ്ദേഹത്തെ പോലെ അറിയാവുന്നവരായിട്ട് ആരാളുള്ളത്? അദ്ദേഹം ഇരിക്കുന്നത് ശരിക്കും എവിടെയാ? ഈ ശ്രീകോവിലിരിക്കുന്ന ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാ ഈ അഭ്യാസമൊക്കെ നടക്കുന്നത്. ഇവിടെ എന്നേക്കാൾ പ്രായം ചെയ്യുന്ന കുറെ മുത്തശ്ശിമാരുണ്ട്. അവരൊക്കെ എപ്പോഴും ജപിക്കുന്ന ഒരു നാമുണ്ടല്ലോ, ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. 6 ചക്രങ്ങളെ കുറിച്ച് പറയും ശരീരത്തിൽ. ഷടാധാര പ്രതിഷ്ഠുള്ള ക്ഷേത്രങ്ങളിൽ പോലും ആ രീതി അവലംബിക്കാറുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അതിന്റെ മുകളിൽ സഹസ്രാരം. അതിൽ വിശുദ്ധി ഇവിടെ, വിശുദ്ധി ഇവിടെ അല്ലെ, അനാഹതം ഇവിടെ. ഈ 2 സ്ഥാനം ഇവിടെ. ആജ്ഞ, രുദ്രഗ്രന്ഥി നമ്മൾ വിളിക്കും. ലളിതാസഹസ്രനാമത്തിൽ പറയാറുണ്ടല്ലോ, രുദ്രഗ്രന്ഥി ഭേദിനി.
ഇപ്പൊ ഇവിടെയൊക്കെ മഹാദേവന്റെ സ്ഥാനം പറയും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ശിവന്റെ സ്ഥാനം പറയുന്നതാ, ഹൃദയത്തില്. ഈ ഹൃദയമാകുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ഡമരു ഉടുക്ക് അത് മുഴക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. ആ ഡമരുവിന്റെ ഒച്ചയാണത്ര നിങ്ങളിങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ കേൾക്കുന്ന ഡും 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 എന്നുള്ള ശബ്ദം. എന്ന് ഭഗവാൻ കൊട്ടി നിർത്തുന്നു. അപ്പൊ നമുക്ക് പോവാം. ഭഗവാനോട് പ്രാർത്ഥിക്കാം, കൊട്ടിക്കൊണ്ടേ ഇരിക്കണേ, എത്ര കൈ കുഴഞ്ഞാലും കൊട്ടിക്കൊണ്ടേ ഇരിക്കണേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ശിവോഹം ഭഗവത്പാദർ എപ്പോഴും പറഞ്ഞിരുന്ന മന്ത്രമായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പത്മപാദന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് ശങ്കര ഭഗവത്പാദർ പാടിയ ദശശ്ലോകി ഉണ്ട്. ഗുരുനാഥനോട് ചോദിക്കും ശിഷ്യൻ, ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഗുരുനാഥ, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തന്നാലും. ശങ്കരാചാര്യോട് ചോദിച്ചാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ശ്ലോകം ഓർമ്മയില്ല. അദ്ദേഹം പറയും, ഞാൻ മണ്ണല്ല, ഞാൻ മരമല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ വായുവല്ല, ഞാൻ ജലമല്ല, ഞാനിതൊന്നുമല്ല, പിന്നെ ഞാൻ ആരാ? ഏകോ വശിഷ്ഠ ശിവക്കേവലോഹം, സർവ്വതും നശിച്ചാലും നശിക്കാത്ത ശിവനാണ് ഞാൻ എന്നാ പറഞ്ഞു. എന്തൊക്കെ ഇല്ലാണ്ടായാലും എന്തവശേഷിക്കുന്നു? അത് ശിവനാണ്, അത് ഞാനാണെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ശിവോഹം എന്ന് പറഞ്ഞത്, ഞാൻ ശിവനാകുന്നു. അതാണ് നമ്മൾ എപ്പോഴും പറയാ. നമ്മൾ നാരായണോഹം എന്ന് പറയാറില്ല, എപ്പോഴും പറയാ ശിവോഹം, ഞാൻ ശിവനാകുന്നു. നമ്മളെല്ലാവരും ശിവനാണ്. ഈ വല്ലാരും മംഗലത്തപ്പൻ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത്. ആ ഭഗവാനെ തിരിച്ചറിയാൻ നമുക്കൊരു രൂപം വേണം, ഒരു നാമം വേണം, അതിന് അലങ്കാരങ്ങൾ വേണം. അതാണ് ആ ശ്രീകോവിൽ നിങ്ങൾ കാണുന്നത്. ആ ഭഗവാൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് ഉറയ്ക്കാൻ സമയം വേണം. അതിനാണ് നിത്യമായിട്ടുള്ള ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം, സംസ്കാരം നമ്മൾ തുടർന്നു കൊണ്ടുപോകണമെന്ന് എല്ലാവരും പറയാറുള്ളത്. ഒരു കാലഘട്ടം എന്ന് വരുമ്പോൾ മനസ്സിലാവും ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രാക്ടീസ് ആവുന്നത് വരെ, അത് ഫലത്തിലാവുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. സ്ഥിരമായിട്ട് ഭഗവാനെ ചെന്ന് കാണുക. വലിയ വലിയ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നമഃശിവായ എന്ന് ജപിക്കാൻ സാധിക്കാത്ത ആരാണ് നമ്മുടെ ഇടയിലുള്ളത്? പഞ്ചാക്ഷരം സാധിക്കുന്നത്ര നമ്മുടെ കുട്ടികളെ കൊണ്ട് നമഃശിവായ ജപിപ്പിക്കാൻ ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്. നിങ്ങളുടെ ഏത് അഭീഷ്ടവും ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കരുതരുത് മൂകാംബികയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിക്ക് മാത്രമാണ് വിദ്യ തരാനുള്ള കഴിവെന്ന്. ഭഗവാൻ ദക്ഷിണാമൂർത്തിയാണ് മഹാദേവൻ. എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എൻ്റെ ചെറിയൊരു അപേക്ഷയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഈ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികൾ, either boy or girl, ആ കുട്ടി ഒരു വറ്റ അന്നമെങ്കിലും ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവണം. അവിടെ ചോറൂണ് എന്തായാലും ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വറ്റ അന്നം ഈ തിരുമുമ്പിൽ ഇരുന്ന ആ കുട്ടി കഴിക്കണമെന്നാണ് എൻ്റെ നിർബന്ധം. 2, അവൻ എത്ര മുതിർന്നോ, ഇനിയിപ്പോ നിങ്ങൾ പനച്ചിക്കാട് പോയി, അല്ലെങ്കിൽ മൂകാംബിക പോയി, ചോറ്റാനിക്കര പോയി, തിരുവുള്ളക്കാവ് പോയി, വട്ടവർ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ, ഒരു വട്ടമെങ്കിലും ഈ മുറ്റത്തിരുന്നു കൊണ്ട് ആ കുട്ടി ഹരിശ്രീ ഗണപതയെ നമാന്ന് എഴുതിയിരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. ഈ 2 കാര്യങ്ങൾ, ഒരു വറ്റ അന്നം, ആദ്യത്തെ അക്ഷരം, അതെല്ലാം കഴിഞ്ഞിട്ട് മതി. നിങ്ങൾക്ക് ഈ ഭഗവാൻ എല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഓടി വന്നാൽ മതി, നോ പ്രോബ്ലം. പക്ഷെ ഒരു തവണയെങ്കിലും ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ചെയ്യുന്നവരായിരിക്കും ഇവിടെ 90% പേരും. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കണേ. ഒരു 10% പേർക്ക് ചിലപ്പോൾ ചിന്ത ഉണ്ടാവും, നമ്മുടെ ഭഗവാൻ ശിവനാണ്, അദ്ദേഹത്തിന് മൃത്യുഞ്ജയമാണ് താല്പര്യം, ദേവിക്കാണ് വിദ്യ, അങ്ങോട്ട് പോവാന്ന്.